Let's see how to create one-dimensional array in NumPy. NumPyയിൽ ഒരു one-dimensional array എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. One-dimensional array എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്ത പോലെ റോ വൈസ് ഒരു നാല് വാല്യൂസ് ആണ് എൻ്റെ അറേയിലുള്ളത്. 1, 2, 3, 4. ഇത് നമുക്ക് റോ വൈസ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് റോ വൈസ് റെപ്രസെൻറ്റ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. കോളം വൈസ് നേരെ താഴെയായിട്ടും നമുക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് റോ വൈസോ കോളം വൈസോ ഒരു കോളം അല്ലെങ്കിൽ ഒരു റോ അങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ വൺ ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. ഒന്നുകിൽ ഒരു റോ കാണും അല്ലെങ്കിൽ ഒരു കോളം. അതിനകത്ത് ആ കോളത്തിനകത്ത് എത്ര വാല്യൂസ് ഉണ്ടെന്നുള്ളത് നമ്മുടെ അറയ്ക്കകത്ത് ഏതൊക്കെ വാല്യൂസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് ഇരിക്കും. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് NumPyയിൽ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അറേ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താണ് നമ്മൾ NumPyയിൽ ഒരു അറേ ക്രിയേറ്റ് ചെയ്യണത്. ഈ അറേ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് നമ്മളൊരു ലിസ്റ്റ് പാസ് ചെയ്താണ് നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലിസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാരക്ടർ, ഒരു സ്ട്രിങ് കൊടുക്കാം, ഒരു ഇൻറ്റിജർ വാല്യൂ കൊടുക്കാം, ഒരു ഫ്ലോട്ട് വാല്യൂ കൊടുക്കാം. അങ്ങനെ എന്ത് ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂസ് വേണേലും നമുക്കൊരു ലിസ്റ്റിലേക്ക് കൊടുക്കാം. പക്ഷെ നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ആ ലിസ്റ്റിൽ സെയിം ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂസ് വേണം കൊടുക്കാൻ. ഒരു ലിസ്റ്റിൽ ഇപ്പം നമ്മുടെ അറേയിൽ നമുക്ക് 4 ഐറ്റംസ് ആണ് വേണ്ടതെങ്കിൽ, 4 എലിമെൻറ്റ്സ് ആണ് വേണ്ടതെങ്കിൽ ആ 4 എലിമെൻറ്റ്സും ഒരേ ടൈപ്പ് ആയിരിക്കണം. ഒന്നുകിൽ ഇൻറ്റിജർ അല്ലെങ്കിൽ ഫ്ലോട്ട്, അങ്ങനെ സെയിം ടൈപ്പ് വാല്യൂസ് മാത്രമേ നമുക്ക് അറേ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യുമ്പോൾ ആ ലിസ്റ്റിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ നിങ്ങൾ സിൻടാക്സ് നോക്കുമ്പോൾ നമ്മൾ കാണാം numpy.arrayOfList. numpy.arrayOfList എന്ന് കൊടുക്കാൻ കാരണം ഈ അറേ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ numpy എന്ന് പറയുന്ന ലൈബ്രറിയിലുള്ള ഫംഗ്ഷനാണ്. അതുകൊണ്ടാണ് numpy.arrayof എന്ന് കൊടുക്കാൻ കാരണം. അപ്പോൾ ഇനി നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഇപ്പോൾ എൻ്റെ അറേ വേരിയബിളിൻ്റെ പേര് array_1d എന്നാണ്. ഈ array_1d എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആണ് ഞാൻ എൻ്റെ അറേ ക്രിയേറ്റ് ചെയ്ത് പാസ് ചെയ്യുന്നത്. അപ്പോൾ numpy.arrayof ഒരു ലിസ്റ്റാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ലിസ്റ്റ് പാസ് ചെയ്തു. ഈ ലിസ്റ്റിനകത്തുള്ള വാല്യൂസാണ് array_1d എന്ന് പറയുന്ന എൻ്റെ അറേയിലെ സ്റ്റോർഡായി വരിക. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അറേ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ, അതായത് NumPyയിൽ നമുക്കൊരു അറേ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പൈത്തൺ പ്രോഗ്രാമിലേക്ക് നമ്മുടെ ലൈബ്രറീനെ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. NumPy ലൈബ്രറീനെ ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് import numpy as np. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് സിൻടാക്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു numpy.arrayof എന്നാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഈ numpy എന്ന് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ട, ഇമ്പോർട്ട് numpy as np എന്ന് പറഞ്ഞൊരു അലിയാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ np ഡോട്ട് എന്ന് പറഞ്ഞ് നമുക്കിനി അറേ ക്രിയേറ്റ് ചെയ്യാം. അറേ ക്രിയേറ്റ് ചെയ്യാനോ NumPyയിലുള്ള ഏത് ഫംഗ്ഷനും നമുക്ക് np ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ആക്സസ് ചെയ്യാം. അപ്പം നമ്മളിപ്പം ആദ്യം നമുക്ക് ഒരു ലിസ്റ്റാണ് നമുക്ക് അറേ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പം ലിസ്റ്റ് 1 എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ലിസ്റ്റ് 1 = 1, 2, 3, 4. ഈ 4 വാല്യൂസാണ് എൻ്റെ ലിസ്റ്റ് 1 എന്ന് പറയുന്ന ലിസ്റ്റിലുള്ളത്. ഇനി ഞാൻ ഈ ലിസ്റ്റ് 1 ആണ് ഞാൻ അറേയിലേക്ക് പാസ് ചെയ്യുന്നത്. arr1 എന്ന് പറയുന്ന അറേ വേരിയബിളാണ്. അപ്പോൾ ഞാൻ ഈ അറേ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അറേ ക്രിയേറ്റ് ചെയ്യാൻ np.arrayof ഞാൻ പാസ് ചെയ്യാൻ പോകുന്ന ലിസ്റ്റ് 1. ലിസ്റ്റ് 1 ഞാൻ അറേയിലേക്ക് പാസ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് arr1. കണ്ടോ, arr1 ഞാൻ പ്രിന്റ് ചെയ്തപ്പോൾ 1, 2, 3, 4 എന്ന് പറയുന്ന അറേ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ ചെയ്തത് ഒരു ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലിസ്റ്റ് ഞാൻ അറേയിലേക്ക് പാസ് ചെയ്യാണ് ചെയ്തത്. ഈ ലിസ്റ്റ് ഞാൻ ഇങ്ങനെ പാസ് ചെയ്യുന്നതിന് പകരം എനിക്ക് array of എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഡയറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാം.
ARR1 equal to NP dot array of ഞാനിവിടെ ലിസ്റ്റ് ഡയറക്റ്റ് എൻട്രി ചെയ്ത് കൊടുക്കാൻ പോവാണ് 1, 2, 3, 4. നേരത്തെ വേണമെങ്കിൽ നമുക്ക് വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം 10, 10, 20 അങ്ങനെ നമുക്ക് വാല്യൂസ് ഇടാം 10, 20, 30, 40. അപ്പോൾ 10, 20, 30, 40 എന്ന് പറയുന്ന വാല്യൂസ് ഞാൻ ARR1ലേക്ക് പാസ് ചെയ്യാണ്. ഇനി ഞാൻ ARR1 ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഓഫ് ARR1 ഇപ്പോൾ ഏത് വാല്യൂ ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നോക്കി ARR1ലേക്ക് 10, 20, 30, 40 എന്നുള്ളത് വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 1 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് numpy ഡോട്ട് അറേ ഓഫ് ഒരു ലിസ്റ്റ് പാസ് ചെയ്യുക. 1 ഡയമെൻഷണൽ അറ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ 1 റോ അല്ലെങ്കിൽ 1 കോളം. ആ കോളത്തിൽ ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് വരാം. റോയിലിപ്പം ഈ റോയിലിപ്പം 4 എലിമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ ഇനി കോളം ആണെങ്കിൽ 1 കോളം. കോളം വൈസോ റോ വൈസോ നമുക്ക് 1 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാം. താങ്ക് യു.